2026 ജെഇ മെയിൻ എക്സാമിന്റെ സെഷൻ 1 ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതായത് സെഷൻ 1 എക്സാം ഡേറ്റുകളും ഡിക്ലെയർ ചെയ്തു, അഡ്മിറ്റ് കാർഡും വന്നു. അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിപ്പോഴും ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പോൾ നിലവിൽ അതായത് നാളെ ആണ് എക്സാം തുടങ്ങേണ്ടത്. അപ്പൊ ഇന്ന് എൻ ടി എയുടെ ഭാഗത്ത് നിന്ന് ഒരു അഡ്വൈസറി, ഒരു ഇൻസ്ട്രക്ഷൻസ്, ഒരു PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 8ഓളം പേജുകൾ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി എക്സാമിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ ജെഇ മെയിൻ 2026 സെഷൻ 1 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നാളെ എക്സാം എഴുതുന്നവർക്കും അവസാനത്തെ എക്സാം എഴുതുന്നവർക്കും വരെ ഈ അഡ്വൈസറി അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് ബാധകമാണ്. അപ്പൊ അതിൽ നോക്കുക, ഓൾറെഡി അഡ്മിറ്റ് കാർഡ് റിലീസ്ഡ് ആണ്. ആർക്കൊക്കെയാണ്? 21, 22, 23, 24 തീയതികളിൽ എക്സാം എഴുതുന്ന ഇത്രയും കൂട്ടരുടെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി 28, 29 തീയതികളിലെ അഡ്മിറ്റ് കാർഡ് പിന്നീട് വിൽ ബി പബ്ലിഷ് ലേറ്റർ. പിന്നീട് നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. അത് വന്നു തുടങ്ങിയിട്ടില്ല, അതും വരും. സെയിം ഇൻസ്ട്രക്ഷൻസ്, എല്ലാവർക്കും ഒരേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെയാണ്. ഇനി അതിലെ ഇൻസ്ട്രക്ഷൻസ് ഇന്ന് അവർ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഫയലിലെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഓർമ്മിപ്പിക്കുന്നത്. അതിൽ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൽ ഡേറ്റ് ഓഫ് എക്സാം അതുകൊണ്ടോ ചെക്ക് ചെയ്യുക, ഷിഫ്റ്റ് ആൻഡ് ടൈം. ഇപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ മിസ്മാച്ച് അല്ലെങ്കിൽ മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്താൽ അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ ചിലർക്ക് QR കോഡിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ റെഡി ആയിക്കോളും. ഓക്കെ, അപ്പൊ ഡേറ്റ് ഓഫ് എക്സാം ഉണ്ടാവണം, ഷിഫ്റ്റ് ആൻഡ് ടൈം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, വെന്യൂ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവും, റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടാവും, ഗേറ്റ് ക്ലോസിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടാവും. ഈ ഗേറ്റ് ക്ലോസിംഗ് ടൈമിലേക്ക് അവിടെ എത്താൻ ശ്രമിക്കരുത്. റിപ്പോർട്ടിംഗ് ടൈമാണ് എപ്പോഴും നിങ്ങൾക്ക് സേഫ്. ആ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ എത്താൻ ശ്രമിക്കുക. ഗേറ്റ് ക്ലോസിംഗ് ആ സമയത്തല്ലേ, അപ്പൊ ചെന്നാൽ പോരെ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് പറയുന്ന സമയം റിപ്പോർട്ടിംഗ് ടൈമാണ്. ഗേറ്റ് ക്ലോസിംഗ് സമയത്തിന് ശേഷം ഒരാളെയും കടത്തിവിട്ടില്ല. റൈറ്റ്. ഇനി അതിൽ അഡ്മിറ്റ് കാർഡിൽ ബാർകോഡ് ഉണ്ടാവണം, QR കോഡ് ഉണ്ടാവണം, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്. ഈ അഡ്മിറ്റ് കാർഡിന്റെ ഒരു ഡീറ്റെയിൽ ഇമേജ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാം. അപ്പൊ അഡ്മിറ്റ് കാർഡിന്റെ എല്ലാ പേജുകളും കാണിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി കളർ പ്രിഫറബിൾ ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നിട്ട അഡ്വൈസറിയിൽ പറയുന്നുണ്ട് പ്രിഫറബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കളർ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴും നല്ലത് കളർ പ്രിന്റ് ഔട്ട് എടുക്കുകയാണ്, അതും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ കളർ പ്രിഫറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സാം ഹോളിൽ കൊണ്ടുപോവേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 2 പാസ്പോർട്ട് ഫോട്ടോ ഉണ്ടാവണം. ഏത് പാസ്പോർട്ട് ഫോട്ടോ ആണ്? നിങ്ങൾ അപ്ലിക്കേഷന്റെ സമയത്ത് അപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ. നിങ്ങളുടെ അപ്ലിക്കേഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കാണുന്ന ഫോട്ടോ അല്ല, അത് ലൈവ് ഫോട്ടോ ആണ്. അഡ്മിറ്റ് കാർഡിൽ കാണുന്ന ലൈവ് ഫോട്ടോ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ് വേണ്ടത്. അതിലൊന്ന് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ആ പറഞ്ഞിരിക്കുന്നിടത്ത് പേസ്റ്റ് ചെയ്യണം, രണ്ടാമത്തേത് നിങ്ങളുടെ കയ്യിൽ കരുതണം. ഓക്കെ, പിന്നെ തമ്പിം ബ്രഷ് എടുക്കാനുണ്ട്, അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് എടുക്കണം. സിഗ്നേച്ചർ മാത്രം ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിലാവണം. അപ്പൊ 2 പാസ്പോർട്ട്, അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, 1, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം, 3 ഒരു ബോൾ പോയിന്റ് പെന്ന്, റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെൻ ഉണ്ടാവണം. പേപ്പർ നിങ്ങൾക്ക് അവിടുന്ന് തരും, അത് നിങ്ങൾ അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ടും വരണം. അതുപോലെ അഡ്മിറ്റ് കാർഡും അവിടെ വെച്ചിട്ട് വരണം. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡിന്റെ ഒരു കോപ്പി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടി വീട്ടിലെടുത്ത് വെച്ചേക്കുക. അപ്പൊ ചോദിക്കുക അതിൽ തമ്പിം പ്രശ്നം, അതൊക്കെ നമുക്ക് എപ്പോ വേണേലും എടുക്കാം. നിങ്ങൾ ബ്ലാങ്ക് എന്ത് കിട്ടിയോ ആ സാധനത്തിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കുക. ഇനി ചിലപ്പോൾ നിങ്ങൾ തമ്പിം ബ്രഷ് എടുക്കുമ്പോൾ ഒന്ന് ബ്ലർ ആയി പോയി, അങ്ങനെയുള്ള സാധനം വീട്ടിൽ സൂക്ഷിച്ചാലും മതി, അല്ലാതെ അതിനുവേണ്ടി വേറെ എടുക്കണമെന്നില്ല. നിങ്ങളൊരു കോപ്പി എടുത്തു, അതിൽ തമ്പിം ബ്രഷ് എടുത്തപ്പോൾ ക്ലിയർ ആയി നിങ്ങൾക്ക് തോന്നിയില്ല, ഓക്കെ, അത് നിങ്ങളുടെ സ്പെയർ ആയിട്ട് അവിടെ വെച്ചോളൂ. പുതിയ ഒരെണ്ണം എടുക്കുക, അത് വൃത്തിക്ക് തമ്പിം ബ്രഷ് എടുക്കുക, അത് എക്സാം ഹോളിൽ കൊണ്ടുപോകൂ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ അഡ്മിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണുന്ന ആ പേജ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ പെന്നിന്റെ കാര്യം പറഞ്ഞു, അത് വീട്ടിൽ സൂക്ഷിക്കുന്ന കാര്യമാണ് കേട്ടോ. എക്സാം സെന്ററിൽ കൊണ്ടുപോകുന്നത് ക്ലിയർ ആയിരിക്കണം, അതിൽ വേറെ ഡാമേജുകളൊന്നും ഉണ്ടാവരുത്. റൈറ്റ്. ഇനി പെന്ന്, ബോൾ പോയിന്റ് പെൻ ഉണ്ടാവണം. ഇനി 4മത്തേതാണ് ഒരു വാലിഡ് ID പ്രൂഫ്. ഇത് ഏത് ID പ്രൂഫ് ആണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കൊണ്ടുപോകാമെന്നല്ല, അത് മെൻഷൻഡ് ഇൻ അപ്ലിക്കേഷൻ. അതായത് ഞാൻ ആ അഡ്മിറ്റ് കാർഡിന്റെ മെൻഷൻഡ് ഇൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെൻഷൻഡ് ഇൻ അഡ്മിറ്റ് കാർഡ് എന്നാണ് കേട്ടോ. അതായത് ഞാൻ അഡ്മിറ്റ് കാർഡിന്റെ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ മെൻഷൻഡ് ഇൻ അഡ്മിറ്റ് കാർഡ് അത് ആണ് കൊണ്ടുപോകേണ്ടത്, ഏതെങ്കിലും അല്ല. ഓക്കെ, അത് ഒറിജിനൽ ആയിരിക്കണം. അത് ഇന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ഫോണിലുള്ള സ്കാൻഡ് ഇമേജോ അല്ലെങ്കിൽ ഡിജി ലോക്കറിലുള്ള ഇമേജോ ഇതൊന്നും പറ്റൂല, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. ഇനി 5മത്തേത് ശ്രദ്ധിക്കുക, അഫിഡവിറ്റ്. ഈ അഫിഡവിറ്റ് ആർക്കൊക്കെയാ ബാധകം? ഒന്ന്, ഞാൻ ആ വീഡിയോയിൽ നമ്മൾ മുമ്പ് പറഞ്ഞ അഡ്മിറ്റ് കാർഡിന്റെ വീഡിയോയിൽ പറഞ്ഞ നോൺ ആധാർ കാൻഡിഡേറ്റ്, അതായത് ഈ
ആപ്ലിക്കേഷന്റെ സമയത്ത് ആധാർ കാർഡ് അല്ലാതെ മറ്റൊരു ഡോക്യുമെന്റ് ഉപയോഗിച്ച് ചെയ്തവര് അവര് ഒരു അഫിഡവിറ്റ് ആ 4ാമത്തെ പേജിലെ അഫിഡവിറ്റ് കൊണ്ടുപോകണം. അത് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ നോൺ ആധാർ കാൻഡിഡേറ്റ് ആ 4ാമത്തെ പേജ് കൊണ്ടുപോകണം. ഇനി ഒരു കൂട്ടരുണ്ട് ലൈവ് ഫോട്ടോ മിസ്മാച്ച് ആയവര്. അതായത് ഈ ലൈവ് ഫോട്ടോ മിസ്മാച്ച് ആയവർക്ക് ഒരു ചാൻസ് കൊടുത്തിരുന്നു. അവർക്ക് അവരുടെ മെയിലിലേക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊരു മെയിൽ വന്നിരുന്നു, ഒരു ഫോം കൊടുത്തിരുന്നു. ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ റീസെന്റ് ഒരു ഫോട്ടോ ഒട്ടിച്ച് അതിനുശേഷം നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളിനെ കൊണ്ട് സീൽ ചെയ്യിച്ച് സൈൻ ചെയ്യിച്ച് ഒരു ഫോം നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഫോം കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ കൂടി അഫിഡവിറ്റ് ഉണ്ടാവും. ഈ ആധാർ അല്ലാത്തവർക്ക് 4ാമത്തെ പേജ് ഉണ്ടാവും. ആ ലൈവ് ഫോട്ടോ മിസ്മാച്ച് ആയവർക്ക് ഈ ഡോക്യുമെന്റ് ഉണ്ടാവും. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് സ്ക്രൈബിന്റെ സപ്പോർട്ട് വേണ്ടവർക്ക് അതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഇത് എല്ലാവർക്കും ബാധകമല്ല. ഇപ്പൊ ആധാർ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ ആധാർ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത ഫോട്ടോ മിസ്മാച്ച് കാണിക്കാത്ത എല്ലാം കറക്റ്റായി വന്നവർക്ക് ഈ 5ാമത്തെ ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല. അങ്ങനെ അല്ലാത്തവർക്ക് മാത്രമേ ഈ 5ാമത്തെ ഡോക്യുമെന്റിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ വരുന്നവർക്ക് മാത്രം ഈ 5ാമത്തെ ഡോക്യുമെന്റിൽ ഏതാണോ നിങ്ങൾക്ക് ബാധകം അത് കൊണ്ടുവരിക. ഇതൊന്നും നിങ്ങൾക്ക് ബാധകം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇനി വാട്ടർ ബോട്ടിൽ ഇത് ഓപ്ഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിലുള്ള വാട്ടർ ബോട്ടിൽ അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്ന് മാത്രം, അത് കൊണ്ടുപോകാം. ഇനി എക്സാം പാറ്റേണിനെ കുറിച്ചും ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും കറക്റ്റ് ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും, തെറ്റിയാൽ -1 ആണ് എന്നൊക്കെ. അതൊക്കെ നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ ആ വീഡിയോ വെറുതെ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ വെറുതെ ഞാനത് നീട്ടുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അതൊക്കെ വീഡിയോയിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഞാൻ ഇവിടുന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത്രയും സാധനം നമ്മുടെ കയ്യിലുണ്ടോ നോക്കുക. എക്സാം പാറ്റേൺ ഓൾറെഡി നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ എക്സാം പാറ്റേൺ പഴയ വീഡിയോയിൽ പോയി കാണണ്ട. എക്സാം പാറ്റേൺ എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഏതിനൊക്കെയാണ് എന്നറിയണമെങ്കിൽ മാത്രം ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഇല്ലെങ്കിൽ ആ PDF എടുത്ത് നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് തീരുമാനമാവും. പിന്നെ അഡ്മിറ്റ് കാർഡിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടോ നോക്കുക, ഇത്ര മാത്രം. ഓക്കെ, അപ്പോ പുതുതായി വന്ന ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒരു 8ഓളം പേജുകളിൽ കണ്ടന്റ് ഉണ്ട്. ഞാൻ ഇതിനെ വളരെ ചുരുക്കി ഒരൊറ്റ സ്ക്രീനിലാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എക്സാമിന് എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അഡ്മിറ്റ് കാർഡ് വന്നവർക്കും വരാനിരിക്കുന്നവർക്കും ഒക്കെ ഈ ഇൻസ്ട്രക്ഷൻസ് ബാധകമാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.